ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ലക്ഷ്മി പെൻഡൻ ജ്വല്ലറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ക്ലേ റെക്ടാങ്കിൾ ഷേപ്പിൽ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തൊരു സ്ക്വയർ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് ചരിച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒന്നും കൂടി ലൈൻ ചെയ്ത് കൊടുക്കാം, ഒരു ഡയമണ്ട് ഷേപ്പ്. നമുക്ക് താഴെ ഒന്നും കൂടി സ്മൂത്തൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് നടുക്കായിട്ട് ഒരു ബീഡ്സ് അറ്റാച്ച് ചെയ്യണം. ഒരു ലക്ഷ്മി ബീഡ്സാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ലക്ഷ്മി ബീഡ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ബാക്ക് സൈഡ് കുത്തിയിട്ടിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുത്തിയിടുക. എന്നിട്ട് പിന്ന് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ഹാഫ് ജുംക്ക അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന് ജുംക്ക മോൾഡിൽ വെച്ചിട്ട് ഒരു ജുംക്കയുടെ ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബീഡ്സ് അറ്റാച്ച് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു യൂപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പെൻഡനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഒരു യൂപ്പിനും കൂടി അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ജിംക്കി ഉണ്ടാക്കാനായിട്ട് ക്ലേ നന്നായിട്ട് സ്മൂത്തൻ ചെയ്തിട്ട് ജിംക്ക മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അത് കറക്റ്റ് അളവിൽ കിട്ടും നമുക്ക്. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടൂളുണ്ടല്ലോ, നമ്മുടെ ഡിസൈൻ ടൂളിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ വരുന്നത് പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ക്ലേ റിമൂവ് ചെയ്തെടുക്കാനുണ്ട്. എന്നാൽ മാത്രമേ ജിമിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ നടുക്കൊന്ന് സെൻറ്ററിലായിട്ടൊന്ന് കുത്തിവിടാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ലോലിപോപ്പ് ബീഡ്സും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈ ആകാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ജിംക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. താഴെ ഞാൻ ഡയമണ്ട് ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉണങ്ങിയ ആ ബീഡ്സ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ ലക്ഷ്മി ബീഡ്സ് തന്നെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കളർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേളിലെ സൈഡിൽ ഗ്രീൻ കളറാണ് കൊടുത്തേക്കുന്നത്. സെൻറ്ററിൽ ഗോൾഡൻ കളറ്, ലൈറ്റായിട്ട് ഗോൾഡും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് ഒരു ആൻറ്റിക് ഗോൾഡായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി താഴെ ജുംക്കയുടെ അടിയിൽ നമുക്ക് ആൻറ്റിക് ഗോൾഡ് തന്നെ അപ്ലൈ ചെയ്യാം. ബീഡ്സിലും നമുക്ക് ആൻറ്റിക് ഗോൾഡ് ആണ് കൊടുക്കുന്നത്. ഇനി ജുംക്കയുടെ മേളിലായിട്ട് നമുക്ക് ആ ഗ്രീൻ കളർ തന്നെയാണ് കൊടുക്കുന്നത്. നല്ലൊരു ഗ്രീൻ കളറാണ്. പക്ഷേ വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇയറിങ്സിനും കൂടി ഒന്ന് കളർ ചെയ്യാം. ബീഡ്സ് രുദ്രാക്ഷ ബീഡ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ബ്ലാക്ക് കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് ഗോൾഡൻ കയ്യിലെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കളർ ചെയ്ത് കിട്ടും. അപ്പോൾ കുറേ ഉള്ളപ്പോൾ ഇങ്ങനെ കളർ ചെയ്താൽ പെട്ടെന്ന് കളർ ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ജിംക്കിക്കും സ്റ്റഡിന് നമ്മൾ ഗോൾഡൻ കളർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ താഴെ വശം നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാം. ബീഡ്സിലും ഗോൾഡൻ കളർ തന്നെ. അപ്പോൾ നമുക്ക് അതിലെല്ലാം ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ ഗോൾഡിൽ ഒരു ബാക്കി ബീഡ്സിൽ ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ ജിമിക്കിയിൽ നമ്മൾ ഗ്രീൻ കളർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇന്നൊരു കോട്ടും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബ്ലാക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്ര ഡാർക്കായിട്ട് ഗ്രീൻ കളർ തെളിഞ്ഞ് കാണില്ല. അപ്പോൾ നമ്മളൊരു ഡബിൾ കോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ ബീഡ്സിലും നേരത്തെ ചെയ്തതുപോലെ നമുക്ക് കയ്യിൽ കുറച്ച് ഗ്രീൻ കളർ എടുത്തിട്ട് ഒന്ന് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബീഡ്സിലെല്ലാം ഗ്രീൻ കളർ ആയിക്കോളും. ഇനി നമുക്ക് വാർണിഷ് ചെയ്യാം. ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഫസ്റ്റ് പെൻഡൻറ്റും നമുക്ക് ഇയറിങ്സിലും ബീഡ്സിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഞാൻ ത്രെഡിലാണ് കോർക്കുന്നത്. അപ്പോൾ ഒന്നിടവിട്ട കളറായിട്ട് ഫസ്റ്റ് ഒരു ഗ്രീൻ പിന്നെ ഒരു ഗോൾഡ് അങ്ങനെ നമുക്ക് കോർക്കാം. 15 കഴിഞ്ഞിട്ട് നമുക്ക് പെൻഡൻറ്റ് ആഡ് ചെയ്യാം. പിന്നെ അടുത്ത സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് കോർത്തെടുക്കാം. അപ്പം നമ്മുടെ ജ്വല്ലറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.